ശ്രീ ജോസൂട്ടി ചേരുകയാണ്. നമസ്കാരം സാർ. ഇപ്പോൾ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്ന രീതിയിൽ കുവൈറ്റിനും ബഹ്റിനും തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം ഏൽക്കുന്നത്. ഇപ്പോൾ 7 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടുവെന്ന് അമേരിക്ക ആരോപിക്കുന്നു. അതിനെയൊക്കെ തന്നെ ഫലപ്രദമായി വെടിവെച്ചിട്ടു എന്ന് അമേരിക്കൻ സൈന്യവും വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ സമാധാനം പുലരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവസാന നിമിഷം ഈ ചർച്ചകളൊക്കെ തന്നെ വഴിമുട്ടിക്കുന്ന രീതിയിലേക്ക് ഇരു രാജ്യങ്ങളും സംഘർഷത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമുണ്ടായാൽ ഇനി എവിടെയാണ് ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകുക? ഒരു അന്ത്യം എവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും? തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമാധാന ശ്രമങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്, അക്രമങ്ങളാണ് ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതും എൻ്റെ അഭിപ്രായത്തിൽ ഒരു പരിധിവരെ ഒരു സമ്മർദ്ദ തന്ത്രമായി കണ്ടാൽ മതിയാവും. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ യുദ്ധം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, അത് ഞങ്ങളുടെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അമേരിക്ക അതിനെ തരണം ചെയ്യുവാനായി പ്രാപ്തമാണ് എന്ന രീതിയിൽ ചില പ്രസ്താവനകൾ ട്രംപിന്റെ ഭാഗത്ത് ഉണ്ടായി. അപ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് ഒരു മെല്ലപ്പോക്ക് നയമാണ് ട്രംപ് അവലംബിച്ചിരിക്കുന്നതെന്നുള്ളത് വ്യക്തമാണ്. അതേസമയം ഹോർമോസ് കടലിടുക്കിൽ ചില്ലറ അക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇറാന്റെ ഡ്രോണുകളെ വെടിവെച്ചിട്ടു, മിസൈലുകളെ വെടിവെച്ചിട്ടു. അപ്പോൾ ഇറാൻ അതിനെ പ്രതിരോധിക്കുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള, പ്രധാനമായി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുള്ള കുവൈറ്റിലും ബഹ്റൈനിലും എയർപോർട്ട് അടക്കമുള്ള സ്ഥലങ്ങളിൽ അക്രമം നടത്തിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിനെ ഏത് രീതിയിൽ വിലയിരുത്തണമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ആവശ്യമില്ലാത്ത സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിച്ച് ഇറാന്റെ കയ്യിൽ നിന്ന് തീർത്തും അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു ഉടമ്പടിയിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന സൂചന നൽകുവാൻ വേണ്ടിയിട്ടായിരിക്കണം ഇറാൻ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളായിട്ടുള്ളവർക്കെതിരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ തുടർച്ചയായിട്ട് നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റ് ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ച് കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും അവർ രാജ്യം വിട്ടു പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അതിനെ തുടർന്ന് വീണ്ടും കുവൈറ്റിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ബഹ്റൈനിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലും ലെബനോനും തമ്മിലുണ്ടാക്കിയ, അല്ലെങ്കിൽ ഹെസ്ബുള്ളയും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. ലെബനോൻ വളരെ കടുത്ത ഭാഷയിലാണ് ഇറാനെ ഇക്കാര്യത്തിൽ വിമർശിച്ചിട്ടുള്ളത്. അതുപോലെ ഒമാന്റെ തീരത്തുള്ള ഒരു ഐലൻഡ് കേന്ദ്രീകരിച്ച് അവിടുത്തെ ഒരു പോർട്ടിലും ചില ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടാവുകയും അവിടുത്തെ കപ്പൽശാലയും അവിടുത്തെ സമുദ്ര ഗതാഗതമൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങൾ അവിടെയും ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ കാര്യങ്ങൾ ഒട്ടും മെച്ചപ്പെട്ട ഒരു രീതിയിലല്ല നിലവിലുള്ളത്. മറിച്ച് യഥേഷ്ടം വെല്ലുവിളികൾ നടത്തുകയും യഥേഷ്ടം ഒറ്റപ്പെട്ടതാണെങ്കിൽ കൂടി അക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ലോക സമ്പദ് വ്യവസ്ഥയെ ആകമാനം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ആ പ്രത്യാഘാതങ്ങൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടായിരുന്നാലും കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നിന്ന് കൈവിട്ടു പോകുമോ എന്ന് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ വെല്ലുവിളികളും അക്രമങ്ങളും നടക്കുമ്പോഴും ഒരു തുറന്ന യുദ്ധത്തിലേക്കുള്ള സാധ്യതകൾ നിലവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട അക്രമങ്ങൾ പരിധി വിടുമ്പോഴാണ് പലപ്പോഴും സമാധാനത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് തുറന്ന യുദ്ധത്തിലേക്ക് പല യുദ്ധങ്ങളും മാറിയിട്ടുള്ളത് എന്ന ചരിത്രവും നമ്മൾ കാണേണ്ടതുണ്ട്. സർ, അതുപോലെ തന്നെ നിലവിൽ ഹോർമുസിൽ ഈ സംഘർഷ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ അടുക്കളയിൽ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വാഹനമെടുത്ത് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ള രീതിയിലാണ് ഇന്ധനവില വർധനവ് ആഗോളതലത്തിൽ തന്നെ ഉണ്ടാകുന്നത്. ഇനിയും ഈ സംഘർഷ സാധ്യത മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോക സാമ്പത്തിക വ്യവസ്ഥ, പ്രത്യേകിച്ചും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് രീതിയിലായിരിക്കും ഇത് ബാധിക്കുന്നത്? ഈ പ്രതിസന്ധി, പശ്ചിമേഷ്യയിലെ ഈ സംഘർഷാവസ്ഥ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ അതിന്റെ ഇടിവുകൾ പരിശോധിച്ചാൽ നമ്മൾ 5ാം സ്ഥാനത്ത് നിന്ന് 7ാം സ്ഥാനത്തേക്ക് കുപ്പുകുത്തിയിരിക്കുകയാണ്. ചെറിയ രാജ്യങ്ങളായിട്ടുള്ള തായ്വാനും സൗത്ത് കൊറിയയും ഒക്കെ ഇന്ത്യക്ക് മുകളിലേക്ക് കയറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടുത്തെ വില വർധനവ്, ഇൻഫ്ലേഷൻ വലിയ രീതിയിലാണ്.
സർവ്വസാധാരണമായി നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ചായ എന്ന് പറയുന്നത് 10 രൂപ എന്നുള്ളത് 15. കഴിഞ്ഞ ദിവസം ഒരു കടയിൽ 20 രൂപ, ഒരു വഴി സമീപത്തുള്ള കടയിൽ അത് 20 രൂപയുമായി ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ചെറിയ കാര്യത്തിന്റെ വിലയാണെങ്കിലും ഈ വില വ്യത്യാസം മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് നേരിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇന്ധനവില ദിവസം തോറും മാറി മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് സ്വർണങ്ങൾ വാങ്ങുന്നതും അല്ലെങ്കിൽ ആർഭാട ജീവിതങ്ങളും മറ്റു കാര്യങ്ങളിലൊക്കെ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും അതിന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലയിലെയും നമ്മുടെ ചിലവുകൾ പരിമിതിപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിന്റെ വികസന സൂചിക നമ്മൾ വളരുവാനുള്ള സാധ്യത 1% കണ്ട് കുറയുക എന്നാണ് പറയുന്നത്. അത് 1% കണ്ട് കുറയുക എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള വ്യത്യാസം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും ലോകത്തിലെ ഒരു വൻശക്തിയായിട്ട് മാറുവാനായിട്ടുള്ള ശ്രമത്തെയും പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടിലാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അമേരിക്ക നമ്മുടെ താല്പര്യങ്ങളോട് യാതൊരു പരിഗണനയും കാണിക്കാത്ത ഒരു സാഹചര്യം. ഇറാനുമായി നമ്മൾ ഈ യുദ്ധത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് പരോക്ഷമായിട്ടെങ്കിലും എടുത്തിട്ടുള്ളത്. അതിൽ ഇറാന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവിടുന്ന് നമുക്ക് വരുന്ന എണ്ണയുടെ അളവിൽ വലിയ നിയന്ത്രണം ഈ യുദ്ധത്താൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊർജ്ജ പ്രതിസന്ധി എന്നുള്ളൊരു നിലയിലാണ്. നമ്മുടെ റിസർവ് ഒക്കെ ഏകദേശം ഉപയോഗിക്കുന്നുണ്ട്. കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ വിലയിലാണ് കിട്ടുന്നത്. എല്ലാ സാധനങ്ങളുടെയും വില, ഗ്യാസ്, എണ്ണ, എല്ലാത്തിന്റെ വില ഉയർന്നു കഴിഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയർന്നു കഴിഞ്ഞു. നമ്മുടെ സാമ്പത്തിക വളർച്ചയെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് പറയുന്നു. മാത്രമല്ല, ഇനി ഈ പ്രശ്നം പരിഹരിച്ചാൽ തന്നെ അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് മിനിമം 1 വർഷത്തോളമെങ്കിലും എടുക്കുമെന്നുള്ള ചിത്രമാണ് കാണുന്നത്. ജനജീവിതം ആകമാനം സ്തംഭിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ്. അത് ലോക സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, കാരണം നമ്മളെ ബാധിച്ചു. അതിന്റെ മറ്റൊരു തോതിൽ ലോകത്താകമാനം ഇതിന്റെ പ്രതിസന്ധി ഉണ്ട്. ഇത് തുടരുന്നത് നമുക്ക് ഒട്ടും അഭികാമ്യമല്ല. എത്രയും പെട്ടെന്ന് സമാധാനമാണ് നമുക്ക് ആവശ്യം. ശരി, വളരെ വ്യക്തമാണ് ഡോക്ടർ ജോസൂട്ടി സി എ. വളരെ നന്ദി പ്രതികരിച്ചതിന്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.